നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ചെയ്യേണ്ടത് നമുക്ക് കൺഫ്യൂഷൻ ഇതെങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഒരാൾക്ക് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഇല്ലാത്ത ആളാണ്, നമുക്കൊരു കൺട്രോൾ ഇല്ലാത്ത ആളാണ്, കിട്ടുന്ന പൈസ മൊത്തം ചിലവാക്കി പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആദ്യം തന്നെ നമ്മളൊരു തീരുമാനം എടുക്കുക. എനിക്ക് ഈ മാസം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണം. അതിന് നമ്മൾ ഒരു ഡയറി എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ അതിൽ നമ്മൾ എല്ലാ ദിവസവും ചിലവാക്കുന്നത് എഴുതി വയ്ക്കുക, ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കുക, ആ ദിവസം ചിലവാക്കി എന്നുള്ള കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കൂടെ എഴുതേണ്ട കാര്യം ഇത് ശരിക്കും അത്യാവശ്യത്തിനുള്ളതാണോ അതോ ആഡംബരത്തിനുള്ളതെന്ന് വെച്ചാൽ നീഡാണോ വാണ്ടാണോ നമ്മൾ തരം തിരിച്ചെഴുതുക ഓരോരോ ഐറ്റങ്ങളും. ഇത് എല്ലാ ആഴ്ചയും നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യുക, ഇത്രയും നാൾ ചെയ്തത് എന്താണെന്നുള്ളത്. എന്നിട്ട് അതിൽ നമ്മൾ നോക്കുക എത്ര ഐറ്റംസ് വാണ്ടിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്ര അത്യാവശ്യമില്ലാത്ത സാധനത്തിൽ നമ്മൾ എത്ര രൂപ ചിലവാക്കിയിട്ട് നോക്കുക. നീഡിനുള്ളത് നമുക്ക് പറ്റില്ല. ഈ നീഡും വാണ്ടും നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ഫുഡ് നീഡിനെയാണ്, അത് വേണ്ടതായിട്ട് പറ്റുള്ളൂ. പക്ഷേ എപ്പോഴും പോയിട്ട് ഹോട്ടലിൽ കഴിക്കണത് വാണ്ടാണ്, അത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇനി അതല്ല നമുക്കൊരു സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ നീഡാണോ വാണ്ടാണോ? അപ്പോൾ വാണ്ടായിട്ടുള്ള ആൾക്കാരെല്ലാവർക്കും അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് നന്നാവും, പോക്കറ്റിൽ പൈസ ആയിരിക്കും. വാണ്ടിലുള്ള ഐറ്റംസ് അറ്റ്ലീസ്റ്റ് 50% നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റിൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എത്രയാണോ ആ നമ്മൾ വിചാരിച്ചേക്കണ ഒരു ബഡ്ജറ്റ് എന്ന് അടുത്ത മാസത്തേക്ക് വേണ്ടി ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചെലവ് റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. അങ്ങനെ ഒരു 5-6 മാസം ഒരുമിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കും ഒരു കൃത്യമായിട്ട് ബഡ്ജറ്റ് ഉണ്ടാവും, നമ്മുടെ ചെലവും കുറയും.